നാം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. നാം യെരമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയും. അതിന്റെ 14-ാം അധ്യായം വായിച്ചാട്ടെ. യെരമ്യാവിന്റെ പുസ്തകം അതിന്റെ 14-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിച്ചാട്ടെ. വരൾച്ചയെ കുറിച്ച് യിരെമ്യാവിന് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. അവിടെ ക്ഷാമം, അല്ലെ, നമ്മുടെ എനിക്കൊന്ന് പാസ്റ്റർ ഗോവിന്ദ് ഇരിക്കുന്ന ബൈബിളിലും എൻ്റെ ബൈബിളിനകത്തൊക്കെ ഒരു ടൈറ്റിലുണ്ട്, വരൾച്ച, ക്ഷാമം, വാൾ എന്ന പ്രശ്നം. അതിനകത്ത് എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് ജനത്തിന് ദൈവം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പോവുകയാണ്. ഈ സംഭവം ഒരു ചരിത്രത്തെ, ഒരാളുടെ, ഒരു തലമുറയുടെ, അല്ലെങ്കിൽ ഒരു ദേശത്തിന്റെ, ഒരു ഭൗമ മണ്ഡലത്തിന്റെ അവസ്ഥകളെ പല തരത്തിൽ പിടിച്ചു കുലക്കുന്നതാണ്. നമ്മൾ അറിയണം. അപ്പൊ ഇവിടെ പറഞ്ഞു വരൾച്ചയെ കുറിച്ച് യെരമ്യാവിന് യഹോവയുടെ വചനം. യഹൂദ ദുഃഖിക്കുന്നു, അതിന്റെ പടിവാതിലിരിക്കുന്നവർ ക്ഷീണിച്ചിരിക്കുന്നു, യെരൂശലേമിന്റെ നിലവിളി പോകുന്നു. വലിയ പ്രശ്നങ്ങൾ കടന്നു പോവുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ 7-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയും, യഹോവ ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക്, യഹോവയാ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. പറഞ്ഞേ, സാക്ഷീകരിക്കുന്നു. എന്താണ് പ്രശ്നം? ക്ഷാമത്തിന്റെ പ്രശ്നം എന്താണ്? പകർച്ചയുടെ പ്രശ്നം എന്താണ്? നാം പറയുന്ന പ്രതികൂലങ്ങളുടെ കാരണം എന്താണ്? നമ്മൾ എങ്ങനെ ഇതിന്റെ അടിമയിൽ പോയി? അകൃത്യം. ഹല്ലേലൂയ. പറഞ്ഞേ, അകൃത്യങ്ങൾ. പറഞ്ഞേ, അകൃത്യങ്ങൾ. പലതരം അകൃത്യങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. പലതരം അകൃത്യങ്ങൾ. ഈ യെരമ്യാവ് നീ അവരടുക്കൽ പോയിട്ട് നീ ഇത് പറയുമ്പോൾ അവർ നിങ്ങളോട് ചോദിച്ചാൽ നീ അവരോട് പറയേണ്ട കാര്യമാവിത്. അതിന്റെ 16-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. ഈ സംഭവം 14, 15, 16, 17, 18 ഈ അധ്യായങ്ങൾ വായിച്ചാലേ പിടികിട്ടത്തുള്ളൂ. വായിച്ചാട്ടെ. 16-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഈ വചനങ്ങളൊക്കെയും ഈ ജനത്തെ അറിയിക്കുമ്പോൾ യഹോവ ഞങ്ങൾക്ക് വിരോധമായി ഈ വലിയ അനർത്ഥം വരുത്തുവാൻ രണ്ട് ക്വസ്റ്റ്യനാണ്. ഞങ്ങൾ ഇങ്ങനെ കടന്നു പോകുവാൻ കാരണമായ എന്താണ് അകൃത്യം, എന്താണ് പാപം? ചോദിച്ചോട്ടെ, എന്താണ് അകൃത്യം, എന്താണ് പാപം? ആമേൻ. അപ്പൊ അവർ ചോദിക്കും, അവര് ഈ വചനങ്ങളൊക്കെ നീ പറയുമ്പോൾ അവർ ഇങ്ങനെ ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ട കാര്യം എന്തെന്നാൽ അവരുടെ 12-ാം വാക്യം പറയുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ത്യജിച്ച് അന്യ ദേവന്മാരോട് ചേർന്ന് അവരെ സേവിച്ച് നമസ്കരിക്കുകയും എന്നെ ഉപേക്ഷിക്കുകയും എന്റെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കാതെയും ചെയ്യകൊണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അകൃത്യം എന്താണ്? കേൾക്കുന്നുണ്ടോ? അകൃത്യം എന്താണ്? അവിടെ പറഞ്ഞു, എന്താണ് അകൃത്യം? നിങ്ങളുടെ പിതാക്കന്മാരെ ത്യജിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ ആരെന്ന് അറിയാതെ അവർ വിഗ്രഹത്തെ ആരാധിച്ചു. അവിടുത്തെ പ്രശ്നം പറയാണ്, അവർ വിഗ്രഹത്തെ ആരാധിച്ചു. 2 സേവിച്ചു. 3 നമസ്കരിച്ചു. 4 എന്നെ ത്യജിച്ചു കളഞ്ഞു, എന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ പോയി. അപ്പൊ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ഞങ്ങളുടെ പാപം? അടുത്ത വാക്യം പറ്റട്ടെ. 12-ാം വാക്യം പറ്റട്ടെ. നിങ്ങളോ, അപ്പം അകൃത്യം എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ചെയ്ത പാപം എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ അധികം ദോഷം ചെയ്തിരിക്കുന്നു. പറഞ്ഞേ, നിങ്ങളോ എന്താണ് ദോഷം? നിങ്ങൾ ഓരോരുത്തരും എന്റെ വാക്ക് കേൾക്കാതെ താന്റെ ദുഷ്ട ഹൃദയത്തിലെ ശാഠ്യം അനുസരിച്ച് നടക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞേ, ദുഷ്ടശാഠ്യം. ഇതാണ് പാപം. 2 ക്വസ്റ്റ്യൻ കേട്ടു. എന്താണ് ഞങ്ങളുടെ അകൃത്യം, എന്താണ് നമ്മുടെ പാപം? അകൃത്യത്തെ പറ്റി പറഞ്ഞു,
പാപത്തെ പറ്റി പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഈ വിഗ്രഹ ആരാധനയുടെ അടിമയിൽ പോയ അവരുടെ തലമുറയ്ക്ക് ഒരു കാര്യമുണ്ടാകും. അതാണ് ദുഷ്ടഹൃദയം. പറഞ്ഞേ, ദുഷ്ടഹൃദയം. അതിനകത്തൊരു ഷാട്ട് കിടപ്പുണ്ട്. ഹല്ലേലൂയ. ആമേ, നമുക്ക് ആരാധിക്കുവാൻ പറ്റത്തില്ല. ആമേ, നമ്മൾ ചില ആൾക്കാർ പറയും, അയ്യോ എന്റെ തലമുറ എന്റെ വാക്ക് കേൾക്കുന്നില്ല. അതിന് കാരണം എന്താണ്? അകൃത്യമാണ്. അവർക്കത് നിർബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, അവർ പിടിവാശിയുടെ വ്യക്തികളാണെങ്കിൽ അതിന് കാരണം എന്താണ്? അകൃത്യമാണ്. അത് ഒരു കാര്യമാണ് വിഗ്രഹാരാധന. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ലേവ്യ പുസ്തകം 18-ാം അധ്യായം എടുത്താട്ടെ. 18-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം വായിച്ചാട്ടെ. ആമേൻ. അതുകൊണ്ട് ഞാൻ അവരുടെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. പറഞ്ഞേ, ആമേൻ. ദൈവം പറയാണ്, ഞാൻ അതിന്റെ അകൃത്യം എന്ത് ചെയ്തു? അതുകൊണ്ട് ദേശം അശുദ്ധമായി തീർന്നു. അതുകൊണ്ട് ഞാൻ അതിന്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. ദേശനിവാസികളുടെ സദൃശകളെന്നു ഈ മ്ലേച്ഛതയൊക്കെയും നിങ്ങൾക്ക് മുമ്പേ ഈ മ്ലേച്ഛതയൊക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്ത് മനുഷ്യർ ചെയ്തു. ദേശം അശുദ്ധമായി തീർന്നു. പറഞ്ഞേ, നമുക്ക് മുമ്പേ ഈ ദേശത്ത് ആരൊക്കെ ചെയ്ത കാര്യങ്ങൾ കാരണം ദേശം എന്ത് ചെയ്തു? അശുദ്ധമായി തീർന്നു. എന്താ കാരണം? എന്താണ് ഇവിടെ പറഞ്ഞ കാര്യം? അവിടെ പറഞ്ഞു വിഗ്രഹാരാധന, ഇവിടെ പറഞ്ഞു ലൈംഗിക പാപം. ലൈംഗിക പാപം. 24-ാം വാക്യം വായിച്ചോട്ടെ. ഇവയിൽ ഒന്നുകൊണ്ടും, അതിന്റെ 1 മുതൽ വാക്യം പറയെങ്കിൽ, ആമേ, ദൈവികമല്ലാത്ത ബന്ധങ്ങൾ, ദൈവികമല്ലാത്ത അശുദ്ധ ബന്ധങ്ങൾ, ആമേ, അങ്ങനത്തെ നമ്മളെടുക്കുക. അയ്യോ പാസ്റ്റർ, ഞാനത് 1985-ലാണ് സംഭവിച്ചത്. അത് പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പേ ആരൊക്കെ ചെയ്തത് നിങ്ങളെ ബാധിക്കുമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്താണെങ്കിലോ? ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നു, ഇവ ഒന്നുകൊണ്ടും നിങ്ങളെ അശുദ്ധരാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നീക്കിക്കളയുന്ന ജാതികൾ ഇവയൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു. കർത്താവിനുള്ള പാപങ്ങൾ റിഡീം ചെയ്യുന്നു പറയുമ്പോൾ നമ്മൾ അറിയണം, ചില അകൃത്യങ്ങൾ നമ്മളെ തലമുറകളെ ദുഷ്ടഹൃദയത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ആ സത്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയേണ്ടത്, ആമേൻ, ഞാൻ ആ പ്രശ്നത്തിൽ നിന്ന് ഞാനും എൻ്റെ തലമുറയും പുറത്തു വന്നേ മതിയാകൂ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദേശത്തെ വിടുവിക്കുന്ന കർത്താവ്, ദേശത്തെ സ്വതന്ത്രമാക്കുന്ന കർത്താവ്. ആ വാക്യം വായിച്ചോട്ടെ. ആമേൻ. ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. അപ്പോൾ ഈ റിഡംഷനിൽ കൂടെ എന്ത് സംഭവിക്കും? ഈ അകൃത്യം കാരണം, ഈ ലൈംഗിക പാപത്തിന്റെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, വിഗ്രഹാരാധനയായിക്കോട്ടെ, ലൈംഗിക പാപമായിക്കോട്ടെ, കൊലപാതകമായിക്കോട്ടെ, ഏത് പാപമായാലും അത് നമ്മളെ ആദ്യം നമ്മൾ കൊണ്ടുവരുന്നത് ആത്മീയ അന്ധത. പറഞ്ഞേ, ആത്മീയ അന്ധത. ആത്മീയ കാഴ്ചപ്പാടിനെ നഷ്ടപ്പെട്ട് കളയും. ഹല്ലേലൂയ. ആത്മീയ ചെവിയെ അടച്ചു കളയും. ആത്മീയ സെൻസ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് ബോധത്തെ നഷ്ടപ്പെടുത്തി കളയും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ആത്മീയ അന്ധതയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണം. എൻ്റെ ആത്മീയമായ സെൻസ് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്താണ് സംഭവമെന്ന്. നമുക്കകത്ത് ഒരു ഉണർവ് കൊണ്ടുവരണം, ഒരു റിവൈവൽ കൊണ്ടുവരണം. പക്ഷെ അത് തടസ്സം എന്താണെന്ന് അറിയത്തില്ല. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെ തട്ടി ഉണർത്തണമേ. എത്ര പ്രാർത്ഥിക്കും?
എത്ര പ്രാർത്ഥിക്കും? കർത്താവേ, എന്റെ അകത്തൊരു ഉണർവിനെ കൊണ്ടുവരണമേ. കർത്താവേ, എന്റെ അകത്തൊരു വിടുതലിനെ കൊണ്ടുവരണമേ. കർത്താവേ, എന്റെ അകത്ത് അന്ധകാരത്തിന്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ചില പ്രശ്നങ്ങളുടെ കാരണം. ഇത് കാരണം നമുക്ക് എന്തോ തരുമോ? ആത്മീയ അന്ധത വെളിപ്പെടും. ഇതിനെ കണ്ണു തുറക്കണം. പറഞ്ഞേ കണ്ണു തുറക്കണം. പറഞ്ഞേ കണ്ണു തുറക്കണം. ദൈവം ഹാഗറിന്റെ കണ്ണു തുറന്നു. പറഞ്ഞേ ദൈവം ഹാഗറിന്റെ കണ്ണു തുറന്നു. ഞാൻ ചോദിച്ചോട്ടെ, അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഹാഗർ അവിടം വരെ വന്ന് കണ്ണു അടച്ചാണോ വന്നത്? ആണോ വന്നത്? കണ്ണടച്ച് നിങ്ങൾ കണ്ണടച്ചും കൊണ്ട് ഇവിടെ നിന്ന് താഴെ എടുക്കാൻ പറ്റുമോ? കണ്ണടച്ച് താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണ് തുറന്ന് പോകുന്നതിനേക്കാൾ വേഗത്തിൽ താഴെ പോകും അല്ലേ? കണ്ണ് തുറന്നപ്പോൾ 5 മിനിറ്റ് എടുക്കുമെങ്കിൽ കണ്ണടച്ച് പോയി കഴിഞ്ഞാൽ നേരത്തെ താഴെ കൊണ്ടുവന്ന് താഴെ പോകും. പക്ഷേ ഹാഗറിന്റെ കണ്ണ് ദൈവം തുറന്നു പറഞ്ഞ എന്താ എന്താണ്? അവളകത്ത് ആത്മീയ അന്ധത കിടക്കുകയായിരുന്നു. അത് തുറന്നപ്പോഴാണ് അവൾ കണ്ടത് ഒരു വലിയ നീരുറവ. പറഞ്ഞേ നീരുറവ. പറഞ്ഞേ പറഞ്ഞേ അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ നമ്മളുടെ അകത്ത് വരേണ്ട ആത്മീയ നദിയെ കുറിച്ച് പറയുകയാണ്. നമ്മൾ റിവൈവൽ കാണണമെങ്കിൽ, നമ്മൾ ഉണർവിനെ അനുഭവിക്കണമെങ്കിൽ, നമ്മൾ ആത്മീയമായ വളർച്ച പ്രാപിക്കണമെങ്കിൽ ആദ്യം വെളിപ്പെടേണ്ടത് നമ്മുടെ ആത്മീയ അന്ധത മാറണം. ആത്മീയ അന്ധത മാറണമെങ്കിൽ അത് എന്തുകൊണ്ടാണ് അന്ധത വന്നതെന്ന് പിടിക്കണം. അകൃത്യങ്ങൾ ആത്മീയ അന്ധത കൊണ്ടുവരും. ഹല്ലേലൂയ. രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ദേശത്ത് നടന്ന വിഗ്രഹാരാധനകൾ, ഈ ദേശത്ത് നടന്ന ലൈംഗിക പാപങ്ങൾ കാരണം ദേശം മലിനപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവേ. അതിന് ചില ആൾക്കാര് ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥിച്ച് കർത്താവോട് പറയുന്ന കർത്താവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങളെ ദേശത്തെ മല്ലമർത്തിയ പാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിന്റെ ശക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മേൽ വെളിപ്പെട്ടു വരികയും നിങ്ങളുടെ കൂടെ ചില ദൈവപ്രവൃത്തി സംഭവിക്കുകയും ചെയ്യും. പുതുതായിട്ട് അഭിഷേകം പ്രാപിക്കാൻ കഴിയുന്നില്ല. ആനയ്ക്ക് വന്നിരിക്കുന്നു, അതുപോലെ പോകുന്നു, സന്ദേശം കേൾക്കുന്നു, കർത്താവേ സ്തോത്രം, ആന പറയുന്നു. പുതിയ തലങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ആത്മീയ അന്ധത, ആത്മീയ വരൾച്ച. ഹല്ലേലൂയ. ഈ റിഡംഷൻ പഴയ നിയമകാലത്ത് വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അത് കുറേ സംഭവങ്ങളാണ്, കുറേ സംഭവങ്ങൾ. എന്നാൽ പുതിയ നിയമകാലത്ത് വീണ്ടെടുപ്പ് സംഭവിക്കുന്നത് ഒറ്റ കാര്യത്തിൽ കൂടെ, യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ വലിയ വിലയേറിയ വിടുതൽ സംഭവിക്കുകയാണ്. അപ്പോൾ വീണ്ടെടുപ്പിനകത്ത് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്? 4 പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പറഞ്ഞേ, എത്ര എണ്ണം? ദൈവം നമ്മളെ വീണ്ടെടുക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ഉണ്ട്. ഒന്ന്, ആത്മീയമായ ബെനിഫിറ്റ്. പറഞ്ഞേ, ആത്മീയമായ ബെനിഫിറ്റ്. 2, നമ്മുടെ മനസ്സിനകത്ത് വികാരകരമായ, വൈകാരികപരമായ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ബെനിഫിറ്റ്. 3, പ്രാക്ടിക്കൽ ബെനിഫിറ്റ്, പ്രവൃത്തി തലങ്ങളിൽ അത് വെളിപ്പെട്ടു വരും. 4, ട്രാൻസ്ഫോർമേറ്റീവ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ രൂപാന്തരം സംഭവിക്കും. പറഞ്ഞേ 4 കാര്യം. 1, ആത്മീയമായ ബെനിഫിറ്റ്. 2, നമ്മുടെ മനസ്സിനകത്ത് വരുന്ന ബെനിഫിറ്റ്. 3, പ്രവൃത്തി തലങ്ങളിൽ വെളിപ്പെട്ടിരുന്ന മാറ്റങ്ങൾ. 4, രൂപാന്തരം സംഭവിക്കും. പറഞ്ഞേ രൂപാന്തരം സംഭവിക്കും. പറഞ്ഞേ രൂപാന്തരം സംഭവിക്കും. ഹല്ലേലൂയ. അത് എവിടെ സംഭവിക്കുന്നു? നമ്മൾ ആളുമാറിയ വ്യക്തിയെ പോലെ ആകും. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോൾ അവൻ ആളുമാറിയ വ്യക്തിയെ പോലെ ആയി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താണ് ആത്മീയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, പാപത്തിൽ നിന്ന് ഒരു ക്ഷമ കിട്ടുന്നു. പറഞ്ഞേ, പാപത്തിന് ക്ഷമ കിട്ടുന്നു. അത് മാത്രമല്ല, അവനകത്ത് ഒരു ദൈവമായിട്ടൊരു ബന്ധമുണ്ടാകുന്നു. പറഞ്ഞേ, ഞാനും ദൈവം തമ്മിൽ അകൽച്ച മാറുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ വീണ്ടെടുപ്പ് കാരണം എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. പാപത്തെ എന്നിൽ അകറ്റുന്നു. എന്റെ പാപം എന്നിൽ നിന്നും യേശു രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് എന്നെ ദൈവത്തിന്റെ നീതിമാനാക്കി മാറ്റുന്നു.
അത് മാത്രമല്ല, അത് കാരണമെന്ന് എന്റെയും ദൈവത്തിന്റെ ബന്ധത്തെ അകൽച്ചകളെ മാറ്റി ഞാനും ദൈവമായിട്ടൊരു ബന്ധത്തിലാകുന്നു. ഹല്ലേലൂയ. പറഞ്ഞ ഞാനും ദൈവമായിട്ട് ഒരു ആർക്ക് മാറ്റുവാൻ കഴിയാത്ത ഒരു ബന്ധം. പറഞ്ഞേ പൗലോസ് പറയാണ്, എന്നെ എന്റെ ദൈവത്തിൽ തമ്മിൽ പിരിക്കുവാൻ കഴിയാത്തവണ്ണം ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുകയാണ്. ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ കട്ടത്തിനോ പ്രശ്നങ്ങൾക്കോ നഗ്നതയ്ക്കോ വാളിനോ എന്നെയും എന്റെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ കഴിയാത്തവണ്ണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ദൈവത്തിന് അകറ്റാൻ കഴിയത്തില്ല. നമ്മുടെ തകർച്ചകൾക്ക് കഴിയത്തില്ല. കാര്യം എന്നെ സ്നേഹിച്ച ദൈവം ലോകത്തിൽ ആരെക്കാൾ അധികമായി എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഹല്ലേലൂയ ആദ്യം അകറ്റുവാൻ ഒരു ദുഷ്ട ശക്തിക്ക് കഴിയില്ല. നിന്നെ വീണ്ടെടുക്കുമ്പോൾ നിനക്ക് വരുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരു അകൽച്ച മാറ്റുന്നു. നിന്റെയും ദൈവത്തിൽ തമ്മിൽ അപ്പാ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ആത്മീയ ബന്ധം തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മാത്രമല്ല, കൊടുത്തലേഖനം പറഞ്ഞുകയാണ്, 2 Corinthians 5:12 പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. യേശു ക്രിസ്തുവിൽ കൂടെ റിഡീം ചെയ്യുമ്പോൾ നിന്നെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുകയാണ്. പറഞ്ഞേ, എന്നെ കർത്താവ് പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. പറഞ്ഞേ, ഐ ആം ന്യൂ ക്രിയേഷൻ. പറഞ്ഞേ പുതിയ സൃഷ്ടിയായി മാറ്റുന്നു. യാക്കോബ് ലേഖനം 1:12 വാക്യം കാണാൻ കഴിയും. നിങ്ങൾ വല്ലഭിതനെയും സൃഷ്ടിപ്പുകളുടെ ആദ്യ ഫലമാക്കേണ്ടത്. പറഞ്ഞേ, ആദ്യ ഫലം. യാക്കോബ് 1:18. ഹല്ലേലൂയ. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടത്. പറഞ്ഞേ, ആദ്യ ഫലം. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരുവിധം ആദ്യ ഫലമാകണം. അതിന്റെ അർത്ഥം അറിയാമോ? ആദാമിന്റെ സ്ഥാനത്തിലേക്ക്, അതായത് അവനെ മാറ്റിയ സ്ഥാനം കിടപ്പുണ്ട്. നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുവാൻ ഹല്ലേലൂയ യേശു നമ്മളെ വീണ്ടെടുത്തപ്പോൾ സംഭവിച്ച കാര്യമാണ്. പറഞ്ഞേ, എന്നെ വാക്യം പറഞ്ഞേ, എന്നെ ആദ്യ ഫലമാക്കിയിട്ടുണ്ട്. പറഞ്ഞേ, ആദ്യ ഫലമാക്കിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ വ്യക്തിയല്ല, ഏറ്റവും താഴെ കിടക്കുന്ന വ്യക്തിയല്ല. എന്നെ ആദ്യ ഫലമാക്കാൻ വേണ്ടി യേശു കർത്താവ് എന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. എത്ര ആമേൻ പറയും. വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും പറ, അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. റോമർ 5:1 പറയുന്നു, ദൈവത്തോട് സമാധാനമുണ്ട്. വായിച്ച റോമർ 5:1. കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെ. ഹല്ലേലൂയ. യോഹന്നാൻ ലേഖനം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വളരെ ശ്രദ്ധിക്കണം. 2 യോഹന്നാൻ വായിക്കുമ്പോൾ കാണാൻ കഴിയും, യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നു എന്ന് അംഗീകരിക്കാത്തവരെല്ലാം ആരാണ്? ശപിക്കപ്പെട്ട. വായിച്ചേ, നമുക്ക് വായിച്ചേ. അതിന്റെ 10 വാക്യം വായിച്ചേ. ഈ ഇങ്ങനത്തെ ഉപദേശം കൊണ്ട് വരുന്നവരുമായിട്ട് കുശലം പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമെന്തെന്ന് പറയാണ്. പറഞ്ഞേ, യേശു ക്രിസ്തുവിനെ മനുഷ്യപുത്രനായിട്ട് ഭൂമി വന്നുവെന്ന്, ശരീരം കൊണ്ട് വന്നുവെന്ന് വിശ്വസിക്കാത്തവരുമായി അവരെ കൂടെ നിന്ന് അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുശലം പറഞ്ഞോട് നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നു. വായിച്ചായിട്ട് പറഞ്ഞാട്ടെ. അവന് കുശലം പറഞ്ഞാൽ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയാകും നമ്മള്. പ്രൈസ് ദി ലോർഡ്.
അവന് വേണ്ടി അവന്റെ കൂടെ ഇരുന്ന് കുശലം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അവന്റെ പ്രവൃത്തികൾക്ക് കൂട്ടാളിയാകും. കാര്യം അവൻ ശപിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. കാരണം അവന് ദൈവമില്ല, അവന് ദൈവ ഭയമില്ല, അവന് ദൈവത്തെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാര്യം യേശു ക്രിസ്തു എന്ന ഏക വാതിൽ ഈ ഭൂമിയിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആ വാതിൽ സമ്മതിക്കാതെ ഇപ്പൊ ഇവിടെ നിന്ന് ഈ ചർച്ചിൽ പോകാൻ വരാൻ ഒരു വാതിൽ വച്ചിട്ടുണ്ട്. ആ വാതിലിൽ പോയി നിൽക്കാതെ ഇവിടെ വന്ന് ആമേൻ തള്ളിക്കൊണ്ട് നിന്നാൽ അവൻ ഒരിക്കലും പുറത്തു പോകാൻ പോകുന്നില്ല, അവൻ അകത്ത് വരാൻ പോകുന്നില്ല, അവൻ പുറത്തു വരാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് യേശുവിനെ അംഗീകരിക്കത്തതുമായ ബന്ധം അവനെ കൂട്ടുകെട്ട് നിന്നെ അവന്റെ ദുഷ്ട പ്രവർത്തികളിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഇത് രാത്രി പറയണ കർത്താവേ, ഞാൻ അവനുമായിട്ടുള്ള ഫെലോഷിപ്പുകളെ ഒരു ബ്രേക്ക് വയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഇമോഷണൽ വൈകാരികപരമായ എന്തൊക്കെ ഗുണമുണ്ടാകുന്ന വേഗത്തിൽ പറയട്ടെ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഫിലിപ്പിയർ 4:7 വായിച്ചാട്ടെ. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിലവുകളിലും. അപ്പോ നമ്മുടെ അകത്ത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ ചിന്തകളിൽ, നിങ്ങളുടെ വികാരങ്ങളിൽ, നിങ്ങളുടെ മനോഫലങ്ങളിൽ യേശു ക്രിസ്തുവിൽ കൂടെ ഒരു സമാധാനം വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അംഗീകരിക്കുന്നവർ കർത്താവേ കൃപ 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 എന്ന് പറഞ്ഞിരിക്കണം. കല്ല് പോലെ ഇരിക്കുന്നത് പറഞ്ഞേ കൃപ 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 എന്ന് പറഞ്ഞേ. ഞാൻ ഇവിടെ വേറെ ഒന്നും പ്രസംഗിക്കുന്നില്ല, വചനം മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒരു കഥയും പറയുന്നില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ദൈവകൃപ 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 എന്ന് പറഞ്ഞേ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇതിന്റെ ആത്മതലങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന്റെ അക്ഷരം കേൾക്കുകയില്ല, ഞാൻ പ്രസംഗിക്കുന്ന അക്ഷരമാണ്, പക്ഷേ ഇതിനകത്തൊരു ആത്മാവിന്റെ വ്യാപാരമുണ്ട്. ആമേ, അത് നിങ്ങൾ കേറി പിടിച്ചോണം. കർത്താവേ, ഈ വചനത്തിൽ ഒരു ആത്മമണ്ഡലം തുറന്നെടുക്കുകയാണ്. അത് ഞാൻ കേൾക്കുക മാത്രമല്ല, അത് പ്രാപിക്കണം. അതിന് നിങ്ങൾ വാ തുറന്ന് കൃപ ദൈവകൃപ ദൈവകൃപ ഹല്ലേലൂയ ആമേൻ 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 എന്ന് പറഞ്ഞ് റിസീവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്തളങ്ങളിൽ ഒരു ആത്മീയ സമാധാനം ലഭിക്കും. ആമേൻ, ഹല്ലേലൂയ. നമ്മളിവിടെ ഒത്തിരി ഈ പ്രദേശങ്ങളിൽ ഒത്തിരി കാട്ടുവഴികളുണ്ട്. ആമേൻ, ഇടവഴികൾ. ഇടവഴികളിൽ ഇങ്ങനെ കുറെ കഴിയുമ്പോൾ അത് നടന്ന് വഴിയായി. ഒരു 5-6 വർഷം കഴിയുമ്പോൾ നാഷണൽ ഹൈവേ മാറുമ്പോൾ ആ ദേശത്ത് ഭയങ്കര ഒരു കാണാൻ മാറ്റമായിരിക്കും, അല്ലേ? അത് പറഞ്ഞ പോലെ നമ്മൾ ഈ ആമേൻ ആമേൻ ദൈവകൃപ പറഞ്ഞു ഈ വചനം പ്രാപിക്കുമ്പോൾ കേൾക്കുമ്പോൾ ആദ്യ ഒരു സ്ട്രഗിൾ ഉണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ അകത്തൊരു ആത്മീയ വിശാലത ഉണ്ടാകും. ഹല്ലേലൂയ. അത് ആത്മീയ വിശാലത ഉണ്ടാകുന്നത് നിങ്ങളാണ് അതിന് കാരണം. പറഞ്ഞേ, എന്റെ ആത്മീയ വിശാലത കാരണം ആരാണ്? ഞാൻ തന്നെയാണ്. കാര്യം ബാക്കി എല്ലാ വഴിയും കർത്താവ് നമുക്കൊരു തുറന്നു വച്ചിരിക്കുകയാണ്. അപ്പൊ ആ തുറന്നു വെച്ചിരുന്ന അവിടെ നമ്മൾ മാമൂട്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാം അടഞ്ഞു പോകും. യെശയ്യാവ് 57:19 വാക്യമുണ്ട്. I will create the praise of the lips. അവരുടെ വായിലെ വാക്കുകളെ ഞാൻ ക്രിയേറ്റ് ചെയ്യും. 57:19 ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ആരാധിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് പ്രസംഗം ഇഷ്ടപ്പെടണമല്ല പറഞ്ഞ് പ്രസംഗം എന്റെ പ്രസംഗത്തിനിടയിൽ ആമേൻ പറഞ്ഞത്. നിങ്ങൾ ആമേൻ ദൈവത്തിൽ പാടും, വചനത്തെ ആമേൻ പറയണം. 2 ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആമേൻ, കർത്താവേ സ്തോത്രം. ആമേൻ, എന്റെ ആത്മാവ് അടങ്ങിയിരിക്കുന്നില്ല, എന്റെ ആത്മാവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അടുത്ത പറയുന്നു പ്രത്യേകമായ ഒരു ഹോപ്പ്, പ്രതീക്ഷ ഉണ്ടാക്കുന്നു. നമ്മൾ അകത്തൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിക്കാൻ സമ്മതിച്ചില്ല. റോമർ 5:5 വായിക്കുന്നു, 1 പത്രോസ് 1:8 വായിക്കുന്നു. കർത്താവ് അകത്തൊരു സന്തോഷം, ഒരു പീസ്, ഒരു ഹോപ്പ് തരാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഫ്രീഡം ഫ്രം ദ ഫിയർ ആൻഡ് ആൻസൈറ്റി. ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം വെളിപ്പെടും. യേശു നമ്മളെ വീണ്ടെടുക്കുമ്പോൾ അനാവശ്യ ഭയങ്ങൾ നമ്മളെ ഭരിക്കുകയില്ല. ആമേൻ പറഞ്ഞേ, ഹല്ലേലൂയ. ചില ആൾക്കാർ കഴിയുമ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആണി തട്ടി അവരുടെ ഉടുപ്പ് കീറിയാൽ പിന്നെ അന്ന് രാത്രി ഉറങ്ങുകയില്ല. ഹല്ലേലൂയ. ഒരു വീട്ടിലൊരു പൂച്ച ചത്തുപോയി. അതാണ് ഭയങ്കര ഇഷ്ടമുള്ള പൂച്ചയായിരുന്നു. 1.5 ആഴ്ച ഒരാൾ കരഞ്ഞിരുന്നു. ഹല്ലേലൂയ. ചില അനാവശ്യ കാര്യങ്ങൾക്ക് അവരെ സമാധാനം നഷ്ടപ്പെടുത്തി കളയും.
എന്നാൽ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട പ്രത്യേകത അനാവശ്യ കാര്യങ്ങൾക്ക് സമാധാനം നഷ്ടപ്പെടുത്തുകയില്ല. അവരുടെ ഉള്ളങ്ങളിൽ ടെൻഷൻ ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യുന്ന ദൈവകൃപ അവരുടെ അകത്ത് തുറന്നിരിക്കുകയാണ്. കാര്യം അവർ ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്. പ്രാക്ടിക്കൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഗൈഡൻസ് ഉണ്ടാകും, ദൈവത്തിന്റെ വിസ്ഡം ഉണ്ടാകും, ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകും. എന്ന് പറഞ്ഞാൽ ജീവിത മേഖലകളിൽ ഇതുവരെ തീരുമാനമെടുക്കാൻ കഴിവില്ല, എന്ത് ചെയ്യണം അറിയത്തില്ല. പക്ഷേ ക്രിസ്തുവിന്റെ കൃപയാൽ നമ്മുടെ അകത്ത്, നമ്മുടെ ബുദ്ധി മണ്ഡലത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അത് മാത്രമല്ല അകത്തൊരു ബലം വെളിപ്പെടുന്നു. പൗലോസിന്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിന്റെ ബലഹീനതകൾ തികഞ്ഞു വരും. ദൈവത്തിനാൽ വീണ്ടെടുക്കപ്പെട്ടു കഴിയുമ്പോൾ നമ്മുടെ ബലഹീന മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരിക്കും. ഹല്ലേലൂയ. അത് മാത്രമല്ല ദൈവമായിട്ടൊരു ബന്ധം, ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാക്കും. അടുത്ത പറയുന്നു ട്രാൻസ്ഫോംഡ് ലൈഫ്, രൂപാന്തരപ്പെട്ട ഒരു ജീവിതം നമ്മുടെ ഉണ്ടാക്കും. ഹല്ലേലൂയ. റോമർ 12 വായിക്കുമ്പോൾ കാണാൻ കഴിയും. 2 Corinthians 3:18 വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. മത്തായി 22:37 വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. കൊലോസ്യർ 3:12 വായിക്കുമ്പോൾ കാണാൻ കഴിയും. അവിടെ എല്ലാം വചനം പഠിപ്പിക്കുന്നു ഒരു രൂപാന്തരപ്പെട്ട ഒരു ലൈഫ്. ഇത് മാത്രമല്ല നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ പ്രാർത്ഥനകൾ മാറും, നമ്മുടെ ആത്മതലങ്ങൾ മാറും, നമ്മുടെ ആഗ്രഹങ്ങൾ മാറും. ഇതുവരെ ഭൗമിക മണ്ഡലത്തിലെ വിഷയങ്ങളെ ആഗ്രഹിച്ചു വെപ്പി നമ്മുടെ ആഗ്രഹം സ്വർഗത്തിലെ നന്മകളായി മാറും. എഫേസ്യർ 1:3 പറയുന്നു, വായിച്ചോട്ടെ. എഫേസ്യർ 1:3 പറയുന്നു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും, വായിച്ചോട്ടെ. അവിടെ പറയുന്നു സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും. അതൊരു 2 വർഷം പറഞ്ഞേ. എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന, എന്നെ ക്രിസ്തുവിൽ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം യേശു ക്രിസ്തു നമ്മളെ വിടുവിച്ചത് കാരണം നമ്മുടെ അകത്ത് വന്നൊരു സംഭവം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും. നമ്മുടെ നോട്ടം എവിടെയാണ്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്തിന്റെ മേൽ. എത്ര പറയും കർത്താവേ, എനിക്ക് എന്റെ കണ്ണ് തുറക്കണം കർത്താവേ. എന്റെ കണ്ണ് തുറക്കണം കർത്താവേ. എന്റെ അകത്ത് ഒരു ആത്മീയ അന്ധത വ്യാപരിക്കാൻ സമ്മതിക്കരുതേ. അടിമത്തത് കിടക്കുന്നവരെ സൗഖ്യമാക്കാൻ വേണ്ടി ലൂക്കോസ് 4:18 വാക്യം കാണാൻ കഴിയും. കർത്താവ് യേശു പറയാണ്, എന്റെ ഒരു അഭിഷേകം നടക്കുകയാണ്. വായിച്ചോട്ടെ. ലൂക്കോസ് 4:18 വാക്യങ്ങൾ. ദരിദ്രമാണ് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കൽ അവന്റെ ആത്മാവിന്റെ മേൽ ഉണ്ട്. വിടുതലും കുഴമാക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ. നമ്മൾ യേശുവിലായി കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും. പറഞ്ഞേ, കാഴ്ചപ്പാടുകൾ മാറും. എൻ്റെ കാഴ്ചപ്പാട് മാറും, എൻ്റെ ആഗ്രഹങ്ങൾ മാറും, എൻ്റെ ഇഷ്ടങ്ങൾ മാറും, എൻ്റെ പ്രാർത്ഥനകൾ മാറും, പിന്നെ എൻ്റെ ആ പാട്ടുകൾ മാറും. എന്നെ പ്രസംഗിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടും. ഞാൻ അന്യഭാഷയിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആത്മമണ്ഡലം ഓപ്പൺ ആകും. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ഞാൻ നിങ്ങളെക്കാൾ അധികമായി അന്യഭാഷ പ്രാർത്ഥിക്കുന്നു. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവ സാന്നിധ്യ ബോധത്തിൽ ജീവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ അവൻ ദൈവമായിട്ട് ആത്മീയ മർമ്മങ്ങളെ പ്രസ്താവിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്യഭാഷ ഉള്ളവർ ഇങ്ങനെ പറഞ്ഞു നടക്കണം. പറയണം, നിങ്ങൾക്കുള്ള കിട്ടിയ ഭാഷകൾ വെറുതെ മറ്റൊന്നിരിക്കരുത്. അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ബുദ്ധി പറയും, നിർത്തരാന്ന് പറയും. കാര്യം എന്ന് പറയുമ്പോൾ അവന് ഒന്നും പിടികിട്ടുന്നില്ല. പറഞ്ഞ അന്യഭാഷ പറയുമ്പോൾ ബുദ്ധി അബലമാകുന്നു. ബുദ്ധി പറയും, നീ പറഞ്ഞ എന്തെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾ കിച്ചണിരിക്കുമ്പോൾ, നിങ്ങൾ നടക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ അന്യഭാഷ പറയാമെങ്കിൽ നിന്റെ അകത്തൊരു ആത്മനദിയെ കഥ തുറന്നു വിടും. ഹല്ലേലൂയ. അന്യഭാഷ പ്രാപിക്കാമെങ്കിൽ അകത്ത് ആത്മീയ സെൻസുകൾ ഉണ്ടാകും. അന്യഭാഷ പ്രാപിക്കാമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോ എല്ലാ ദിവസവും 4 മണിക്ക് ചായ കൊടുക്കുക. എല്ലാ ദിവസവും 4 മണിക്ക്
ചായ കുടിക്കുന്ന എല്ലാവരും തളർന്നോ? പറഞ്ഞേ 4 മണിക്ക്, പറഞ്ഞേ 4 മണിക്ക്. ഒരു 10 ദിവസം തുടർന്ന് കുടിച്ചു, 11ാം ദിവസം ചായ കിട്ടില്ല. നമ്മുടെ ശരീരവും മനസ്സും കൂടെ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അല്ലേ, ഒരു ചായ കിട്ടിയെങ്കിൽ പറഞ്ഞേ, അവിടെ ആശ കാണിച്ചേ, ചായ കിട്ടിയെങ്കിൽ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ബാസും കൂടെ പോയപ്പോൾ എനിക്ക് ഈ ഉള്ളിവട തന്നെ മോഹം തോന്നി. ഉള്ളിവട കണ്ടില്ല, അവസാനം പപ്പടവട വാങ്ങി കഴിച്ചു. പപ്പടവട കുയിന്ന പപ്പടവട എങ്കിലും കഴിച്ചു, കൊള്ളാം, ടേസ്റ്റായിരുന്നു. അപ്പം നമ്മുടെ ഇത് സ്ഥിരം കഴിച്ചു വരുമ്പോൾ ആ സമയമാകുമ്പോൾ നമ്മുടെ ശരീരം എന്ത് ചെയ്യും? ശരീരവും മനസ്സും എന്ത് ചെയ്യും? ശരീരവും മനസ്സും ആഗ്രഹിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കാമെങ്കിൽ ഈ എന്താ നമ്മുടെ ശരീരം ആ സമയമാകുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ ഡിസേർവ് ചെയ്യും, ആഗ്രഹിക്കും. എനിക്കത് വേണം. നമ്മുടെ മനസ്സ് പറയും എനിക്കത് വേണം. നമ്മുടെ ആത്മാവിൽ പ്രവചന വരം വാഞ്ചിപ്പിൻ. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നത് നിർത്തരുത്. ആകയാൽ കൃപ വായിച്ച് കുറിച്ച് മോഹനെ 12ാം അധ്യായം അതിന്റെ 1ാം വാക്യം വായിച്ചോട്ടെ. വാഞ്ചിക്കും. ഇതൊരു വാഞ്ച. ഈ വാഞ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രാപ്തതകളെല്ലാം കർത്താവേ കൃപാവരം 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 പ്രവചനം ആത്മമർമ്മങ്ങൾ ഇത് പറയുമ്പോൾ ഒരാഴ്ച പ്രാപിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയിൽ നീ അറിയാതെ നിന്റെ ശരീരം പ്രാപിക്കും. ശരീരം പ്രാപിക്കും. സംഗീതം 63 എന്റെ ദേഹവും എന്റെ മാംസവും നിനക്കായി കാക്ഷിക്കുന്നു പറഞ്ഞേ. അത് ഓട്ടോമാറ്റിക് അല്ല. എന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഒരു ആഗ്രഹം തുടങ്ങി. ഈ ആഗ്രഹം എന്റെ ശരീരങ്ങളിൽ കൂടെ വ്യാപരിച്ചു. അത് വ്യാപരിച്ചപ്പോൾ എന്റെ ഉള്ളം, എന്റെ ശരീരം, എന്റെ മാംസങ്ങൾ, എന്റെ വികാരങ്ങൾ, എന്റെ ചിന്തകൾ ദൈവത്തിനായി കൊതിക്കുകയാണ്. ഇവിടെ പറഞ്ഞു പ്രവചന വരം വാഞ്ചിക്കണം പറഞ്ഞേ. വാഞ്ചിക്കണം, വരങ്ങളെ വാഞ്ചിക്കണം. നിങ്ങൾ വാഞ്ചിച്ചു കഴിഞ്ഞാൽ പലർക്കുള്ള ഉത്തരം നിങ്ങളുടെ വായിൽ കൂടെ പുറത്തു. ഹല്ലേലൂയ. അത് തുള്ളിച്ചാടി. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കേട്ടു, കർത്താവേ ഞാൻ ഇന്ന കാര്യത്തിൽ എന്ത് ചെയ്യണം? ഞാൻ അതാണ് എന്റെ വായിൽ കൂടെ പുറത്തു വന്നത്. ഇത് പറഞ്ഞപ്പോൾ എന്റെ അകത്തൊരു ഉത്സാഹം തുടങ്ങി. ദൈവമക്കളെ, നമ്മൾ പ്രവചനവരം വാഞ്ചി എന്തെങ്കിലും പറയാൻ വേണ്ടിയല്ല. സഹോദര, ഞാനൊരു കാർ ആക്സിഡന്റ് കാണും, അത് പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയല്ല. നീ താഴോട്ട് പോകുമ്പോൾ കാല് ഒടിയുന്നു, അതല്ല പറഞ്ഞത്. ചില പറയാം, പിന്നെ അവൻ കടത്തുവരില്ല. ഇങ്ങനെ പോകണമെത്തി 1 കിലോമീറ്റർ കറങ്ങി വരും. കാര്യം അറിയാമോ? പേടിച്ചിട്ട്. പ്രവചനം പേടിപ്പിക്കാൻ വേണ്ടിയല്ല, പ്രവചനം അകത്തെ മനുഷ്യനെ പണിയാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്തിനാ പ്രവചനം? വായിച്ചേ, അതിന്റെ 14 വാക്യം 2 വാക്യം. പ്രവചിക്കുന്നവൻ ആത്മീയ വർദ്ധനവിനും അപ്പൊ എന്തിനാ പ്രവചനം? പേടിപ്പിച്ച് വിറയിലെത്താൻ വേണ്ടിയല്ല പറഞ്ഞ. പേടിപ്പിച്ച് അവൻ പിന്നെ അതല്ല, പേടിപ്പിക്കുന്ന സംഭവം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത്. അവനെ ആത്മീയ വർദ്ധനവ് 2 പ്രബോധനിപ്പിക്കാൻ വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി പ്രവചിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത് 4ാം വാക്യം പറഞ്ഞു. അപ്പൊ പ്രവചിക്കുന്നവരില്ലെങ്കിൽ തോറ്റു പറഞ്ഞേ. വർദ്ധന വരുന്നില്ല. ആരാണ് പ്രവാചകൻ? ദൈവത്തിന്റെ വാ പറഞ്ഞ. ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വായാണ്. ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ പ്രവാചകൻ ഉണ്ടെങ്കിൽ ഞാൻ അവനോട് സ്വപ്നത്തിൽ കൂടെ അവനോട് സംസാരിക്കും. ഇന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ സ്വപ്നത്തിൽ കൂടെ എന്നോട് സംസാരിക്കണമേ. ദൈവമേ, എന്നോട് അരുളി ചെയ്യണമേ പറഞ്ഞേ. എന്നോട് ആടിനിതാ ദൈവത്തോട് പറഞ്ഞ കർത്താവേ, എന്നോട് സംസാരിക്കണമേ. കർത്താവേ, എന്നെ ഉപയോഗിക്കണമേ. കർത്താവേ, അവൻ ഞാൻ ആത്മീയ അന്ധത മാറിപ്പോയിട്ട് കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. ഇനി പ്രവചനം മാത്രമല്ല വേണ്ടത്. ഇവിടെ പ്രവചന വരം വാഞ്ചിക്കണം. എന്തിനാണ് പ്രവചിക്കേണ്ടത്? ഞാൻ പ്രവാചകൻ അറിയിക്കാൻ വേണ്ടി അല്ല.
പിന്നെയോ സഭയ്ക്ക് വ്യക്തികൾക്ക് കൂട്ടുകാർക്ക് കൂട്ടു ഫെലോഷിപ്പിന് വ്യക്തികൾക്ക് ആശ്വാസവും ആത്മീയ വർധനവും പ്രബോധനവും ലഭിക്കാൻ വേണ്ടി പ്രവാചകന്മാരില്ലെങ്കിൽ പ്രബോധനമില്ല, പ്രവാചകന്മാരില്ലെങ്കിൽ ആശ്വാസം ഉണ്ടാകുകയില്ല, പ്രവാചകന്മാരില്ലെങ്കിൽ സഭയ്ക്ക് ആത്മീയ വർധനം ഉണ്ടായില്ല. ആ ഡിപ്പാർട്ട്മെന്റ് ക്ലോസ് ചെയ്യും. നമ്മുടെ ആത്മമണ്ഡലത്തിൽ ചിലത് അടച്ചിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സഭയ്ക്കകത്ത് തട്ടി ഉണർത്തണം. ആമേ. ഇനി പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പറഞ്ഞേ, പുത്രന്മാരും പുത്രിമാരും. അപ്പോ ഇത് പ്രവചിക്കണമെങ്കിൽ ആത്മീയ കാഴ്ചപ്പാടുകൾ നമ്മുടെ സഭയ്ക്കകത്ത് ഉണ്ടാകണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. നമുക്ക് അറിയാം, എല്ലാവർക്കും സമയമായി. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളെ തട്ടുണർത്തുകയാണ്. ദേശത്തിന്റെ അകൃത്യം, വിഗ്രഹാരാധന, പുണ്യവളമാരെ പൂജിച്ചത്, യേശുവിന്റെ പ്രതിമയെ ആരാധിക്കാൻ പോയത്, ആമേൻ, ദേശാന്തര ശക്തികൾ, ഇല്ലീഗൽ റിലേഷൻഷിപ്പ്, തെറ്റായ ബന്ധങ്ങൾ കൂടെ നടന്ന അകൃത്യങ്ങൾ, ഈ ദേശത്തുള്ള ചില വ്യക്തികൾ പ്രാർത്ഥിച്ചേ. അത് കാരണം ഞങ്ങളുടെ സഭയിൽ വന്ന ആത്മീയ അന്ധത, അത് കാരണം നമ്മുടെ കൂട്ടായ്മയിൽ കുഞ്ഞുങ്ങൾക്ക് ആത്മീയ വളർച്ചകളെ മുരടിപ്പിച്ച് കളയുന്നത്. ആരെങ്കിലും ആത്മദാഹമുള്ളവർക്ക് പ്രാർത്ഥിക്കാമോ? യേശുപ്പാ, ഇന്ന പാപം, ഇന്ന കുറവ് കർത്താവ് ഞങ്ങളെ ഓർപ്പിച്ചു. ഞങ്ങളുടെ ഈ ദേശത്തുള്ള ഇന്ന പാപങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏറ്റുപറയുക. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കർത്താവേ, എന്നെ കർത്താവിന് ഉപയോഗിക്കുവാൻ തടസ്സമായ അകൃത്യങ്ങൾ, എന്റെ അകത്ത് ആത്മീയ ക്ഷാമം കൊണ്ടുവരുന്ന അകൃത്യങ്ങൾ, പാപങ്ങൾ, ദുസ്സാധ്യമുള്ള ഹൃദയത്തിന്റെ കാരണങ്ങൾ രാത്രികാലം എന്നെ അകറ്റി എന്നെ ശുദ്ധീകരിച്ചത് കുശവന്റെ കയ്യിൽ കളികൊണ്ട് പോയി ഞാൻ സമർപ്പിക്കുകയാണ്. എന്നെ മാന്യമായ പാത്രമാക്കി മാത്രമേ കർത്താവിനെ പ്രാർത്ഥിച്ചാട്ടെ. ആര് പ്രാർത്ഥിക്കുന്നുവോ അവരോട് ദൈവം സംസാരിക്കും. ആര് പ്രാർത്ഥിക്കുന്നുവോ അവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. ആര് പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വേണ്ടി രാത്രിയിൽ ദൂതന്മാർ ഇറങ്ങാൻ പോവുകയാണ്. ചില ആത്മീയ ഫൈറ്റ് ഉണ്ടാകും, എങ്കിലും ജയം നിനക്ക് വേണ്ടി കർത്താവ് ഓർപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, വീണ്ടെടുത്ത എന്നെ ശുദ്ധീകരിക്കുന്ന, എന്നെ കർത്താവുപ്പെട്ട ബന്ധത്തിന് അകറ്റിക്കളഞ്ഞ ആ അകൽച്ച മാറ്റി ദൈവത്തോട് ചേർത്ത് പുത്രത്വത്തിന്റെ ആത്മാനെ തന്ന് എന്നെ അപ്പാ പിതാവെന്ന് വിളിക്കത്തക്കവണ്ണം എന്നെ ദൈവത്തോട് അടുപ്പിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമായ യേശുവിന്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്ത കർത്താവേ, രാത്രിയിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ തലമുറകളിൽ, ഞാൻ ഉൾപ്പെടെയുള്ള തലമുറകൾ ദൈവത്തിന്റെ വെളിപ്പാടുകളെ കാണുന്ന, ദൈവത്തിന്റെ അരുളപ്പാടുകളെ പ്രസ്താവിക്കുന്ന, ദൈവനാമത്തെ ഘോഷിക്കുന്ന വ്യക്തികളായി മാറട്ടെ കർത്താവേ. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ, മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതിയെനിക്ക്. യേശുവേ, എൻ പ്രിയനേ, നിന്റെ കർത്താവേ, ഞങ്ങളുടെ ശബ്ദം കേൾക്കണം അപ്പച്ച. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കുമതിയെനിക്ക്. ഹല്ലേലൂയ.
കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾപ്പിക്കണമേ. ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ കൂട്ടായ്മയിൽ തലമുറകൾ വിഭജിക്കപ്പെട്ട അടിമത്തത്തിൽ കൊണ്ടിട്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ ഉടമ്പടികളുടെ രാത്രിയിൽ പൊട്ടിയതായി പ്രഖ്യാപിക്കണമേ. കാൽവരിയിൽ നിന്നിട്ടാൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. രൂപാന്തരം വരുവാ യേശുവേ, ഞങ്ങളുടെ പുറത്ത് വെളിപ്പെടണമേ. രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് പറയണമേ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ടാകട്ടെ. ഇന്ന് കേട്ട വചനങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കട്ടെ. അത് പ്രവർത്തിക്കട്ടെ, അത് ചലിക്കട്ടെ, അത് അടുത്ത ആത്മീയ നിലവാരത്തിൽ കൊണ്ടെത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ.